കഴമ്പില്ലാത്ത കാര്യം വെച്ചിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഈ സമയത്ത് എന്തെങ്കിലും ഒരു ഇളക്കം ഉണ്ടാക്കുക. ഞാനൊരു കാര്യം പറയാം, ഇതുകൊണ്ടൊന്നും സർക്കാർ പുനർജനിക്കുമെന്ന് അവർ കരുതേണ്ടതില്ല. ബഹുമാനപ്പെട്ട നേതാക്കന്മാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങൾ പരാജയം മാത്രമല്ല ജയവും പഠിക്കുകയാണ്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ കൃത്യമായിട്ടുള്ള അവലോകനമാണ്. അതിനെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ കേരളത്തിനൊരൊറ്റ യൂണിറ്റായിട്ടാണ് ജനങ്ങൾ കണ്ടത്. പഞ്ചായത്തിലും ബ്ലോക്കിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലുമെല്ലാം UDF വലിയ മുൻതൂക്കം നൽകുന്ന തരത്തിൽ അവർ വോട്ട് ചെയ്യാൻ കാരണമായത് തീർച്ചയായിട്ടും അതൊരു പൊളിറ്റിക്കൽ ഇലക്ഷനായി ജനങ്ങൾ അതിനെ കണ്ടതുകൊണ്ട് കൂടിയാണ്. അപ്പം അതിന് കാരണമായത് ഈ ഗവൺമെൻറ്റിൻ്റെ നടപടികൾ, കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾ, ആ ജനകീയ പ്രശ്നങ്ങളും ഇന്ന് ചർച്ചയുടെ ഭാഗമായിട്ട് വന്നു. ആ ജനകീയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ നിർദ്ദേശിക്കുന്ന തരത്തിലായിരിക്കണം UDFൻ്റെ ഇടപെടലുകളെന്ന് പ്രതിനിധികൾ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ സംഘടനാ കാര്യങ്ങളും ജനകീയ പ്രശ്നങ്ങളും ചർച്ചയായിട്ടുണ്ട്. വലിയ ആത്മവിശ്വാസത്തോടെ തെല്ലു അഹങ്കരിക്കാതെ അമിതമായ ആത്മവിശ്വാസത്തിലേക്ക് കടക്കാതെ കഠിനാധ്വാനം ചെയ്ത് ജനങ്ങൾക്കൊപ്പം നിന്ന് പോരാടാനുള്ള കരുത്താണ് ക്യാമ്പിൻ്റെ ചർച്ചകളെല്ലാം നൽകുന്നത്. അതന്നെയാണല്ലോ ഞങ്ങൾ കാലത്ത് പറഞ്ഞത്. അത് കഴമ്പില്ല എന്നുള്ളത് അറിയാവുന്നതാണല്ലോ, സർക്കാരിനും അറിയാം, സർക്കാരിന് നേതൃത്വം നൽകുന്നവർക്കൊക്കെ അറിയാം അതിൽ കഴമ്പില്ല. കഴമ്പില്ലാത്ത കാര്യം വെച്ചിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഈ സമയത്ത് എന്തെങ്കിലും ഒരു ഇളക്കം ഉണ്ടാക്കുക. ഞാനൊരു കാര്യം പറയാം, ഇതുകൊണ്ടൊന്നും സർക്കാർ പുനർജനിക്കുമെന്ന് അവർ കരുതേണ്ടതില്ല.